ഒരു സ്പെഷ്യൽ രസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുവരെ ആരും മാങ്ങാരസം വെച്ച് കാണത്തില്ല. നമുക്ക് പുതുതായിട്ട് ഇന്ന് ഒരു മാങ്ങാരസം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു ശരിയായിരിക്കും, മാങ്ങാരസം എങ്ങനെ ഇരിക്കും. പക്ഷേ അത് വെച്ച് നോക്കിയെങ്കിലേ അതിൻ്റെ രുചി അറിയത്തുള്ളൂ. നമുക്കതിന് വേണ്ടിയ സാധനങ്ങൾ ഇപ്പം നമുക്ക് ഓരോന്നും പ്രഷർ കുക്കറിലോട്ട് ചേർത്ത് വയ്ക്കാം. വേണ്ടിയ സാധനങ്ങൾ: പരിപ്പ്, ചനിച്ച മാങ്ങ, മുളക് ചതച്ചത്, ജീരകം ചതച്ചത്, കുരുമുളക് ചതച്ചത്, കായപ്പൊടി, വെളുത്തുള്ളി ചതച്ചത്, എണ്ണ, ഉണക്കമുളക്. ആദ്യം നമുക്ക് വേവിക്കാൻ ഇടാൻ പ്രഷർ കുക്കറിനകത്ത് വേവിക്കാം. അതിന് കഴിയ പരിപ്പാണിത്. പരിപ്പിട്ടു, മാങ്ങ, മുളക് ചതച്ചത്, ജീരകം ചതച്ചത്, കുരുമുളക് ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, ഉപ്പ് ആവശ്യത്തിന്, കായപ്പൊടി നമുക്കിപ്പോൾ അങ്ങിടാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചു മൂടി. ഇത്രയും സാധനം നമ്മൾ പ്രഷർ കുക്കറിലിട്ട് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കാൻ പോവുകയാണ്. സ്റ്റീം വരുന്നു. വെയിറ്റ് ഇടും. വെയിറ്റ് ഇട്ട് 2 വിസിലടിച്ചാൽ മതി. സ്റ്റീം വന്നു, വെയിറ്റ് ഇടുക. 2 സ്റ്റീം. പുത്തനായി കന്നിമാസമെത്തിയൊരാ നാളിൽ, ആവിരിപ്പൂ പാടമെല്ലാം കതിരണിഞ്ഞ നാളിൽ, കതിരുകൊത്താൻ വയലുകളിൽ കുരുവി വന്ന നാളിൽ, പെൺകൊടിയെ കണ്ടുമുട്ടി നമ്മളന്നു തമ്മിൽ. അപ്പം രസം റെഡിയായി. തീ നിർത്തുക. സ്റ്റീം പോവുക, തുറക്കുക, ഉടയ്ക്കുക, അരിക്കുക. അരിച്ച് കടുക് വറുത്താൽ കാര്യം തീർന്നു. തുറക്കാൻ പോവുക. എന്നിട്ട് തവിയിട്ട് ഇത് ഉടയ്ക്കും നല്ലതായിട്ട്. നമ്മൾ ഈ അരിപ്പയിലോട്ട് അരിക്കുക. നമുക്ക് ഇതിലോട്ട് ഈ മല്ലിയില ചേർത്തു. ചൂടോടെ മല്ലിയില ഇട്ട് ഇളക്കി രസം എല്ലാം അരിച്ച് റെഡി ആയിരിക്കുകയാണ്. ഇനി കടുക് വറുത്ത് ഇതിലോട്ട് ഒഴിച്ചാൽ മതി. കടുക് വറുക്കാനുള്ള എണ്ണ, ഉണക്കമുളക്, കടുക്, ഉലുവ, കറിവേപ്പില. ഇത്രയും സാധനം മതി കടുക് വറുക്കാനായിട്ട്. പാൻ അടുപ്പത്ത് വെച്ചു. എണ്ണ ഒഴിച്ചു. കുറച്ച് കടുക് ഇട്ടു. ഉലുവ, ഉണക്കമുളക്, കറിവേപ്പില. രസം റെഡിയായി. നമ്മൾ ഒരു പ്രത്യേക രസമാണ് മാങ്ങാരസം. എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കണം. എന്നാലേ അതിൻ്റെ രുചിയെപ്പറ്റി മനസ്സിലാവുകയുള്ളൂ.